ഇവിടുത്തെ ഹൈലൈറ്റ് വണ്ടി ഫുള്ള് ലോണിൽ ഇന്നോവ ഇന്നോവ ഫുള്ള് ലോൺ എന്ന് പറഞ്ഞാൽ റയറാണ്. നമ്മളെ ഓഫർ വണ്ടി തന്നെയാണ്. ഇത് നമുക്കാണ് കൊടുക്കാം ഓഫറിന് ഫ്രീ ആയിട്ട് 12 വണ്ടി നമുക്ക് എത്ര കൊടുക്കാം? ഫുൾ ലോണിൽ ഇത് ഫുൾ ലോണിൽ കൊടുക്കാം. എന്നാലും അതും നല്ല വെൽ മെയിൻറ്റൈൻഡ് ആണ്. എത്ര രൂപ കൊടുക്കാം? 7 ലക്ഷം രൂപ ഒരു 7 ലക്ഷം രൂപ കൊടുക്കാം. വി ഓപ്ഷൻ അൾട്രൊക്കെ ചെയ്ത വണ്ടി. അതിന്റെ നമ്മള് റോൾസ് റോയ്സിന് മേലെ വരുന്ന ലൈറ്റും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അതൊക്കെ ഒഴിവാക്കിയതാണ്. ആ ലെവലിൽ സീറ്റ് കവറും കാര്യങ്ങളൊക്കെ ഒരു ലക്ഷറി വാങ്ങിച്ചിന് പോലെ 90,000 കിലോമീറ്റർ ഓടിയിട്ടുള്ള ആ ഒരു ക്വാളിറ്റി വണ്ടി കാണാം. കിഡിലൻ അലോയ് വീൽസ് ചെയ്തിട്ടുണ്ട്. സെയിം കളറും ആണ്. മോഡൽ എത്രയാണ്? 2015. ഓണർഷിപ്പോ? ഇത് ഫസ്റ്റ് ഓണർഷിപ്പ്. സിംഗിൾ ഓണർ അല്ലേ? 14 മോഡൽ തന്നെ. കേരള ആക്കിയിട്ടുണ്ട്. കേരള രജിസ്ട്രേഷൻ ആക്കിയിട്ടുണ്ട്. റീപ്ലേസ് ഇല്ലല്ലോ? ഒന്നുമില്ല. ഓണർഷിപ്പ് സെക്കൻഡ് ആണ്. സെക്കൻഡ് ഓണർഷിപ്പിൽ സിംഗിൾ ആയിരുന്നു. കേരളത്തിൽ മാറ്റും എന്തായാലും സെക്കൻഡ് വരും. ഹലോ ഗൈസ്, മലയാളി മീഡിയയിലെ പുതിയ എപ്പിസോഡിലേക്ക് എന്റെ എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. അപ്പൊ നമ്മൾ ഇന്നൊരു വെറൈറ്റി വീഡിയോ ആയിട്ടാണ് വന്നിട്ടുള്ളത്. ഈ വീഡിയോ എന്താന്ന് വെച്ചാല് ഇന്നോവനെ സ്നേഹിക്കുന്ന ആൾക്കാർക്കും ഇന്നോവ തെരഞ്ഞു നടക്കുന്ന ആൾക്കാർക്കുള്ള വീഡിയോ മാത്രമാണ്. അപ്പൊ എല്ലാവരും ഫുള്ളായിട്ട് കണ്ടോളി. ഇത്രയും ക്വാളിറ്റി ഉള്ള വാഹനങ്ങൾ, അതും അതർ സ്റ്റേറ്റ് വണ്ടികൾ ഞാൻ ഇതുവരെ കണ്ടിട്ടില്ല. പൊക്കി പറയുന്നില്ല, നിങ്ങൾ വീഡിയോയിൽ കാണുന്നതിനേക്കാൾ നല്ല നേരിട്ട് വന്ന് കണ്ടാൽ നിങ്ങൾക്ക് തീർച്ചയായിട്ടും മനസ്സിലാവും. നിങ്ങൾ മെക്കാനിക്കിന് കൊടുത്തിട്ടോ എവിടെ വേണമെങ്കിൽ നിങ്ങൾക്ക് ചെക്ക് ചെയ്യാം. കൂടാതെ ഈ ഒരു പ്രൈസിൽ നിങ്ങൾക്ക് വണ്ടിയായാലും കേരള വണ്ടിയായാലും എവിടെ നിന്നും കിട്ടൂല. അത് നമ്മൾ ഗ്യാരണ്ടി പറയാണ്. അപ്പൊ വീഡിയോയിലും അവസാനം വരെ കണ്ടോ, സർപ്രൈസ് റേറ്റ് ആണ് കേട്ടോ. ഷിയാബ്ക, വീണ്ടും മലയാളി മീഡിയയിലേക്ക് സ്വാഗതം. അപ്പൊ പെരുന്നാളായിട്ടും നോമ്പായിട്ടും ഓഫർ കൊടുക്കാതെ ആൾക്കാർ എടങ്ങാറാക്കാണ് കൊടുക്കാൻ. എന്താ പറയുന്ന പരിഹാരം? ഇവിടെ വന്നിട്ട് ആരും മടങ്ങി പോകില്ല. അത്രയും ക്വാളിറ്റി വണ്ടിയാണേനും പ്രൈസിന്റെ കാര്യത്തിലൊന്നും പേടിക്കണ്ട. മാക്സിമം നമ്മളെ കൊണ്ട് ചെയ്യാൻ പറ്റുന്ന എല്ലാ കാര്യങ്ങളും ചെയ്തു തരൂല്ലേ? പിന്നെ ലോണും കാര്യങ്ങളൊക്കെ പെട്ടെന്ന് കാര്യങ്ങൾ ചെയ്തു. ഇതിന് മുന്നേ നമുക്ക് ആർസി വരാത്തൊരു പ്രശ്നം ഉണ്ടായിരുന്നു. ഇപ്പൊ ആ വിഷയം തീർന്നു. അപ്പൊ നമുക്ക് ഇനി ആർസി ഇല്ല. ഇനി പെട്ടെന്ന് പരിപാടികളൊക്കെ പരിപാടി തീരും. ലൊക്കേഷൻ വരുന്നത് മലപ്പുറം ജില്ലയിലാണ്. മലപ്പുറം ജില്ലയിൽ അത്താണിക്കൽ ചീനിക്കൽ എന്ന് പറഞ്ഞ സ്ഥലത്താണ്. ഗൂഗിളിൽ അടിച്ചുകൊടുത്താൽ കിട്ടും. കോഴിക്കോട് പാലക്കാട് റൂട്ടിലാണ്. കോഴിക്കോട് പാലക്കാട് റൂട്ടില് ചീനിക്കൽ പറഞ്ഞ സ്ഥലത്താണ്. നോക്കുമ്പോ ഒരുപാട് ഇന്നോവ ഫോർച്യൂണർ പെട്ടെന്ന് മനസ്സിലാവും. തീർച്ചയായിട്ടും. അപ്പൊ നമുക്ക് ഒട്ടും തന്നെ സമയം കളയാതെ പെട്ടെന്ന് പരിചയപ്പെടാം. ആദ്യമായിട്ട് നല്ലൊരു ക്വാളിറ്റി ഉള്ള വണ്ടി പരിചയപ്പെടാം. കൈ എഴുതി തൊടാൻ തോന്നുന്നു അത്രയും ക്വാളിറ്റി വണ്ടി. നീറ്റ് ആൻഡ് ക്വാളിറ്റി. 2015 വി ഓപ്ഷൻ. ഇത് പുത്തൻ 4 ടയറും ഒക്കെ ചെയ്തിട്ടുണ്ട്. അന്ന് കമ്പനി പുതിയ അലോയ് വീൽസ് ഒക്കെ ഇറക്കിയ സമയമാണ്. വണ്ടി ഡീറ്റെയിൽ എങ്ങനെ വരുന്നത്? 2015 വി വേരിയന്റിൽ വരുന്ന വണ്ടിയാണ്. ഓണർഷിപ്പ് ഇപ്പൊ ഫസ്റ്റ് ഓണറിലാണ്. സെക്കൻഡ് ഓണർഷിപ്പ് കാണുമ്പോൾ വണ്ടി വരും. അവൾ നമ്പർ ആക്കി വരാണെങ്കിൽ ഇപ്പൊ സിംഗിൾ ഓണറിലാണ് നിലവിൽ നിൽക്കുന്നത്. ബോഡി ഭാഗങ്ങളൊക്കെ നോക്കുകയാണെങ്കിൽ ഹൈ ക്വാളിറ്റി വാഹനമാണ്. പുതിയ ഇന്നോവ എടുക്കുന്ന ഫീൽ നിങ്ങൾക്ക് കൊണ്ടുപോകാം. 100%. എത്ര രൂപ കൊടുക്കാം നമുക്ക്? ഈ വണ്ടി കേരള രജിസ്ട്രേഷൻ ആക്കിയിട്ട് 10.25 ലക്ഷം രൂപ കൊടുക്കാം. 10.25 ലക്ഷം രൂപ കൊടുക്കാം. ഓക്കെ. ലോണൊക്കെ എത്ര കിട്ടും? ഇതിന് ലോൺ ഒരു 9 ലക്ഷം ലോൺ കിട്ടും. 9 ലക്ഷം രൂപ ലോൺ. 9.5 ലക്ഷം വരെ ലോൺ കിട്ടും. 9.5 ലക്ഷം രൂപയുടെ ആക്കുകയാണെങ്കിൽ 10 ലക്ഷം രൂപ വരെ ലോണും കിട്ടില്ലേ? നല്ല ട്രാക്ക് ഉണ്ടെങ്കിൽ മാക്സിമം നമുക്ക് ലോൺ ചെയ്ത് കൊടുക്കാം. നമുക്ക് തുറക്കാൻ സാധിക്കുന്നില്ല. കാരണം എന്താ വെച്ചാൽ സ്റ്റാഫ് ചാവി കൊണ്ടുപോയതാണ്. ഓക്കെ, നമുക്ക് എന്നാ അടുത്ത വണ്ടിയിലേക്ക് കിടക്കാം. ഓക്കെ, അടുത്തായിട്ട് നമുക്കൊരു വീണ്ടും ഒരു വി ഓപ്ഷൻ ഇന്നോവ പരിചയപ്പെടാം. അത് നല്ല നീറ്റ് ബോർഡിലുള്ള 2014 വി വേരിയന്റിൽ വരുന്നത്. 14 വി ഓപ്ഷൻ ആണല്ലേ? ടയറും കാര്യങ്ങളൊക്കെ ഏകദേശം 80-90%. സ്റ്റിക്കറും ഗ്രാഫിക്സ് ഒക്കെ എല്ലാം ഉണ്ട്. നല്ല നീറ്റ് ആൻഡ് ക്വാളിറ്റി ഉണ്ട്. ഓക്കെ, റീപ്ലേസ് ഇല്ലല്ലോ? ഒന്നുമില്ല. എല്ലാ ഭാഗങ്ങളും വർക്കിംഗ് അല്ലേ? എല്ലാ ഭാഗങ്ങളും വർക്കിംഗ് ആണ്. ഫുൾ ക്വാളിറ്റി ഉണ്ട്. ഓക്കെ, വി ഓപ്ഷൻ ആയതുകൊണ്ട് അലോയ് വീൽസ് തുടങ്ങിയ എല്ലാ ഫീച്ചേഴ്സും നമുക്ക് ജസ്റ്റ് ഇന്റീരിയർ ഭാഗം നോക്കാം. എന്താ വൃത്തി! ലെതർ ഫിനിഷ്. സിംഗിൾ ഓണർ. കിലോമീറ്റർ എത്ര ഓടിയുണ്ട്? 1,35,000 കിലോമീറ്റർ ഓടിയില്ലേ? അത് ജെനുവിൻ സർവീസ് അല്ലേ? ജെനുവിൻ സർവീസിലാണ്. റീപ്ലേസ് ഒന്നും ഇല്ലാന്ന് ഗ്യാരണ്ടി വരെ എത്ര കൊടുക്കാം? ഈ വണ്ടി നമുക്കൊരു കാര്യം ചെയ്യാം. ഒരു 8,65,000 രൂപ കൊടുക്കാം. എൻഒസിയിൽ 8,65,000 എൻഒസിയിൽ കൊടുക്കാം. അതെ. ഓക്കെ, ടയർ ഏകദേശം ഫുൾ കട്ട് ഉണ്ട്. ഇനി ഒന്നും നോക്കാനില്ല. അതെ, 100%. ഓക്കെ, അപ്പൊ അടുത്തായിട്ട് വീണ്ടും ഒരു വി ഓപ്ഷൻ തന്നെ പരിചയപ്പെടാം. 2014 മോഡൽ. ഇത് 2016. അതെ, 14. ടയർ ഏകദേശം ഇതും ഫുൾ കട്ട് ടയർ ഉണ്ട്. ഫുൾ കട്ട് ടയർ ഉണ്ട്. റീപ്ലേസ് ഒന്നുമില്ല. നീറ്റ് ആൻഡ് ക്വാളിറ്റി ഉണ്ട്. ഓക്കെ, സർവീസ് ഹിസ്റ്ററി ഒക്കെ അവൈലബിൾ അല്ലേ? കാര്യങ്ങളെല്ലാം ഉണ്ട്. ഓണർഷിപ്പോ? ഓണർഷിപ്പ് സെക്കൻഡില്. കിലോമീറ്റർ എത്ര ഓടിയുണ്ട്? കിലോമീറ്റർ ഉണ്ട് 1,98,000. 1,98,000 കിലോമീറ്റർ ഓടി. ഇന്ത്യയുടെ ഭാഗത്തേക്ക് വരികയാണെങ്കിൽ സീറ്ററും കാര്യങ്ങളൊക്കെ എക്സ്ട്രാ ചെയ്തിട്ടുണ്ടല്ലേ? ഒരുപാട് ഫീച്ചേഴ്സ് ഉള്ള
വാഹനമാണ്. ഓട്ടോമാറ്റിക് AC, ഫുൾ ഓപ്ഷൻ, നല്ല ക്വാളിറ്റി. വി ഓപ്ഷൻ ആയതുകൊണ്ട് ഡിമാൻഡ് ഉണ്ട്. എത്ര കൊടുക്കാം നമുക്ക് ഈ വണ്ടി ഒരു 865 കൊടുക്കാം. 865 കൊടുക്കാം. ലോൺ ചെയ്യാൻ പറ്റുമോ? ലോൺ ചെയ്യാൻ പറ്റും. മാക്സിമം ലോണും ചെയ്യാം. ലോൺ ചെയ്തു. റീപ്ലേസ് ഒന്നും ഇല്ല, കറക്റ്റ് സർവീസ് ആണെന്ന് പറയാം. അതെ അതെ അതെ. അപ്പൊ നമുക്ക് അടുത്തായിട്ട് ഒരു വൈറ്റ് കളർ. ഇപ്പൊ സാധാ നമ്മൾ ഇന്നോവ കാണുമ്പോ വൈറ്റ് കളർ, ഈ ബോഡി ഭാഗങ്ങളൊക്കെ ഒരു ഡെന്റും ഇതൊക്കെ ആയിട്ട് ഒരു വൃത്തിയില്ലായിട്ടാണ്. ഇത് അത്രയും നല്ല നീറ്റ്. നിങ്ങൾക്ക് ഇങ്ങനെ നോക്കുമ്പോ ബോഡി ഒക്കെ കറക്റ്റ് ഫിറ്റ് ആണ്. മോഡൽ എത്രയാണ്? 2014 മോഡൽ തന്നെ. കേരള ആക്കിയിട്ടുണ്ട്. കേരള രജിസ്ട്രേഷൻ ആക്കിയിട്ടുണ്ട്. റീപ്ലേസ് ഇല്ലല്ലോ? ഒന്നുമില്ല. ഓണർഷിപ്പ് സെക്കൻഡ് ആണ്. സെക്കൻഡ് ഓണർഷിപ്പ്. സിംഗിൾ ആയിരുന്നു, കേരളത്തിൽ മാറ്റും എന്തായാലും സെക്കൻഡ് ഓണർ. ഓക്കെ. ഒരുപാട് സ്കേർട്ടിങ്ങും കാര്യങ്ങളും ഈ വൈറ്റ് കളറിൽ വരുമ്പോ നല്ല ഭംഗിയാണ്. വി ഓപ്ഷൻ ആണ്. ടയർ ഏകദേശം ഒരു 80% ടയർ ഉണ്ട്. ഇന്റീരിയർ ഭാഗത്തേക്ക് നോക്കുകയാണെങ്കിൽ സീറ്റ് കവേഴ്സ് ഒക്കെ എക്സ്ട്രാ ചെയ്തിട്ടുണ്ട്. സിസ്റ്റം കാര്യങ്ങളൊക്കെ എല്ലാം പക്ക വർക്കിംഗ് അല്ലേ? AC ഒക്കെ എത്ര രൂപ കൊടുക്കാം? 9,80,000 രൂപയ്ക്ക് കൊടുക്കാം. ലോൺ ചെയ്യാൻ പറ്റുമോ? പറ്റും. 8.5-8.5 ലക്ഷം വരെ ലോൺ കിട്ടും. ലോൺ ചെയ്യാല്ലേ? ഇത് കാണിക്കുന്നൊക്കെ വി ഓപ്ഷൻ ആണ്. ഞങ്ങൾ G4ലേക്ക് കടക്കാം. ആദ്യം നമുക്ക് ഡിമാൻഡ് ഉള്ള വണ്ടീനെ കാണിക്കാല്ലേ? അപ്പൊ അടുത്തായിട്ട് വീണ്ടും എത്ര മോഡല്? 2014 മോഡൽ. ഓണർഷിപ്പോ? സെക്കൻഡ് ഓണർഷിപ്പ്. എത്ര കിലോമീറ്റർ ഓടിയുണ്ട് വണ്ടി? ഈ വണ്ടി 1,12,000 കിലോമീറ്റർ. 1,12,000. അത് സർവീസ് കറക്റ്റ് ആണോ? കറക്റ്റ് സർവീസ് ഹിസ്റ്ററിയും കാര്യങ്ങളും. സോറി, ഈ വണ്ടി 90,000 കിലോമീറ്റർ. 90,000? വെറും 90,000 കിലോമീറ്റർ. ഒരുപാട് വണ്ടി ഉണ്ടാകും, മാറിയതാണ്. ഒരു 90,000 കിലോമീറ്റർ പക്ക സർവീസ് ഹിസ്റ്ററി കാര്യങ്ങളൊക്കെ. ഓണർഷിപ്പ് അപ്പൊ? സെക്കൻഡ് ഓണർഷിപ്പ്. ഇതിന് സീറ്റ് അടിപൊളി സീറ്റ്, നല്ല സെറ്റപ്പ് സീറ്റ്. ഇത് ഭയങ്കര അൾട്രൊക്കെ ചെയ്ത വണ്ടി. ഇതിന്റെ നമ്മള് റോൾസ് റോയ്സിന്റെ മേലെ വരുന്ന ലൈറ്റും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അതൊക്കെ ഒഴിവാക്കിയതാണ്. ആ ഒരു ലെവലിൽ സീറ്റ് കവറും കാര്യങ്ങളും ചെയ്തു. ഇന്റീരിയറൊക്കെ നോക്കിയാൽ ഒരു ലക്ഷറി വാഹനത്തിന് 90,000 കിലോമീറ്റർ ഓടിയിട്ടുള്ള ആ ഒരു ക്വാളിറ്റി വണ്ടി കാണാൻ സാധിക്കും. തീർച്ചയായിട്ടും. അപ്പൊ നമുക്ക് ഈ ഇത്രയും ഫിറ്റിംഗ്സ് ഉള്ള വണ്ടി എത്ര കൊടുക്കാം? 8.75 കൊടുക്കാം. വെറും 8.75. ലോൺ ചെയ്യാൻ പറ്റുമോ? ലോൺ ചെയ്യാൻ പറ്റും. ലോണും ചെയ്യാലേ? വെറും 8.75 ലക്ഷം രൂപയ്ക്ക് ഇത്രയും ക്വാളിറ്റി വാഹനം നമുക്ക് കൊടുക്കാം. വീണ്ടും ഒരു വി ഓപ്ഷൻ പരിചയപ്പെടാം. മോഡല് 2013 മോഡലാണ്. 13 മോഡല്. ഓണർഷിപ്പോ? ഓണർഷിപ്പ് വരുന്നത് ഈ വണ്ടി ഫസ്റ്റ് ഓണർഷിപ്പ് ആണ്. സിംഗിൾ ഓണർ. കിലോമീറ്റർ പഞ്ചാബ് വണ്ടിയാണ്. ഇത് 1,62,000 കിലോമീറ്റർ. 1,62,000 കിലോമീറ്റർ. റീപ്ലേസ് ഇല്ലല്ലോ? ഒന്നുമില്ല. നീറ്റ് ആൻഡ് ക്വാളിറ്റി ഉണ്ട്. പിന്നെ ടയറും കാര്യങ്ങളൊക്കെ അത്യാവശ്യം നല്ല ക്വാളിറ്റി ടയറും കാര്യങ്ങളും. ഇന്റീരിയർ നോക്കുകയാണെങ്കിൽ ഇതും വലിയ തരക്കേടില്ലാത്ത ഇന്റീരിയർ ആണ്. നല്ല രീതിയിൽ തന്നെ മെയിൻറ്റെയിൻ ചെയ്തിട്ടുണ്ട്. എത്ര രൂപ കൊടുക്കാം? ഈ വണ്ടി നമുക്ക് ഒരു 7,85,000 രൂപ കൊടുക്കാം. 7,85,000 രൂപയ്ക്ക് ലോൺ ചെയ്യാൻ പറ്റുമോ? ലോൺ ചെയ്യാൻ പറ്റും. ലോൺ ചെയ്യാല്ലേ? ഇതൊരു ഓഫർ പ്രൈസ് ആയിട്ട് കൊടുക്കാം. ഓഫർ പ്രൈസ് ആയിട്ട് കൊടുക്കാം. ഓക്കെ. അപ്പൊ അടുത്തായിട്ട് നമുക്ക് ഇനി G4ലേക്ക് അടക്കാം. മോഡല് 2015 വണ്ടി. 2015. ഓണർഷിപ്പോ? ഫസ്റ്റ് ഓണർഷിപ്പ് 1,00,000 കിലോമീറ്റർ ഓടിയ നല്ല നീറ്റ് ആൻഡ് ക്വാളിറ്റി വണ്ടി. സിംഗിൾ ഓണർ അല്ലേ? സിംഗിൾ ഓണർ. പൊളിക്കും വണ്ടി, അമ്മ വണ്ടി. അലോയ് വീൽസ് ഒക്കെ അടിപൊളി ഫിറ്റിംഗ്സ് ഉണ്ട്. നല്ല ഫിറ്റിംഗ്സും കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട്. ഈ വാഹനം എടുക്കണമെങ്കിൽ തീർച്ചയായിട്ടും ഈ റേറ്റിന് ഇതിന് അഫോർഡബിൾ ആയ റേറ്റ് ആയിരിക്കും. മോഡല് 2015 ആണ്. ഓണർഷിപ്പ് എത്ര? ഫസ്റ്റ് സിംഗിൾ ഓണർ. റീപ്ലേസ്മെന്റ് ഇല്ലല്ലോ? ഒന്നുമില്ല. കിലോമീറ്റർ 1,00,000 കിലോമീറ്റർ. കറക്റ്റ് 10 സർവീസ്. ഇന്റീരിയർ നോക്കുകയാണെങ്കിൽ നല്ല കിട്ടില്ല സീറ്റ് കവർ അല്ലേ? സിസ്റ്റം കാര്യങ്ങളൊക്കെ എല്ലാം ചെയ്തു. 100 രൂപന്റെ പണി കസ്റ്റമർക്ക് എടുക്കേണ്ടി വരും. വണ്ടി എടുക്കുക, എണ്ണ അടിക്കുക, സമയമാകുമ്പോ ഓയിലും മാറ്റിയ. അതെ. എത്ര കൊടുക്കാം? 9 ലക്ഷം രൂപ കൊടുക്കാം. 9 ലക്ഷം രൂപ കൊടുക്കാം. മാക്സിമം ലോൺ ചെയ്തൂടെ? ലോൺ ചെയ്യാം. ഓക്കെ. അപ്പൊ നമുക്ക് അടുത്തായിട്ട് വീണ്ടും സെയിം വണ്ടി ഒരു G4 പരിചയപ്പെടാം. ഇതിനും കിഡിലൻ അലോയ് വീൽസ് ചെയ്തിട്ടുണ്ട്. സെയിം കളറും ആണ്. മോഡൽ എത്രയാണ്? 2015. ഓണർഷിപ്പോ? ഇത് ഫസ്റ്റ് ഓണർഷിപ്പ്. സിംഗിൾ ഓണർ അല്ലേ? സിംഗിൾ ഓണർഷിപ്പ്. എത്ര കിലോമീറ്റർ ഓടിയുണ്ട്? ഇതിൽ കാണിക്കുന്നത് 1,40,000. അത് ജെനുവിൻ ആണ്, സയൻസ് ഇല്ല. നമ്മൾക്ക് ജെനുവിൻ പറയാൻ സാധിക്കും. അല്ലല്ല, പക്ഷെ വണ്ടി നല്ല നീറ്റ് ആൻഡ് ക്വാളിറ്റി ഉണ്ട്. എഞ്ചിനും കാര്യങ്ങളൊക്കെ പക്ക. ടയോട്ടയാണ്. ഇതും ഓട്ടൊന്നും ഒരു വിഷയമല്ല. തീർച്ചയായിട്ടും. നല്ല റീപ്ലേസോ കാര്യങ്ങളൊന്നും അല്ല. ക്വാളിറ്റി മൈന്യൂട്ട് റീപ്ലേസ് ഇല്ല. ഒന്നുമില്ല. നല്ല നീറ്റ് ആൻഡ് ക്വാളിറ്റി. എത്ര കൊടുക്കാം? ഈ വണ്ടി നമുക്ക് 8.5 ലക്ഷം രൂപ കൊടുക്കാം. 8.5 ലക്ഷം രൂപ. ലോൺ കിട്ടുമോ? ലോൺ കിട്ടും. മാക്സിമം ലോൺ ചെയ്തു. അപ്പൊ അടുത്തായിട്ട് വീണ്ടും നമുക്ക് G4ലേക്ക് ഇത്ര നേരം വി ഓപ്ഷന്റെ കാര്യങ്ങൾ പറഞ്ഞു. നമ്മൾ G4 ഒരു ഗ്രേ കളർ. മോഡൽ എത്ര? 2015. ഓണർഷിപ്പോ? ഓണർഷിപ്പ് ഫസ്റ്റ് ഓണർഷിപ്പ്. സിംഗിൾ ഓണർ. കിലോമീറ്റർ എത്ര ഓടിയുണ്ട്? ജെനുവിൻ ആയിട്ട് 1,63,000 കിലോമീറ്റർ. വെറും 1,63,000 കിലോമീറ്റർ. ജെനുവിന് ഗ്യാരണ്ടി പറയാം 100%. തീർച്ചയായിട്ടും. ഇതിന് ക്വാളിറ്റി കാണുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവും. അതെ, വണ്ടിയുടെ ക്വാളിറ്റി കണ്ടാൽ മനസ്സിലാവും. എത്ര രൂപ കൊടുക്കാം? നമുക്ക് ഈ വണ്ടി ഒരു കാര്യം ചെയ്യാം. നമുക്ക് ഈ വണ്ടി ഒരു 8.5 ലക്ഷം രൂപ കൊടുക്കാം. 8.5 ലക്ഷം രൂപ ലോൺ ചെയ്യാൻ പറ്റൂലേ? ലോൺ ചെയ്യാൻ പറ്റും. മാക്സിമം ലോൺ ചെയ്യാം. അപ്പൊ അടുത്തായിട്ട് വീണ്ടും G4 മോഡല്
2015. ഓണർഷിപ്പോ? ഓണർഷിപ്പ് ഫസ്റ്റ്, അത് സെക്കൻഡ് ഓണർഷിപ്പ്. സെക്കൻഡില്. കിലോമീറ്റർ എത്ര ഓടിയുണ്ട്? കിലോമീറ്റർ വണ്ടിയിൽ കാണിക്കുന്ന 1.40 ജെനുവിൻ അല്ല. ജെനുവിൻ അല്ലേ? അല്ല, ഉള്ള പോലെ ഉള്ള മാറി നമ്മൾ പറഞ്ഞു. വണ്ടി നീറ്റ് ആൻഡ് ക്വാളിറ്റി ആണ്. നിങ്ങൾക്ക് സർവീസിന് ആളെ കൊടുത്തിട്ടോ എങ്ങനെ ചെക്ക് ചെയ്യാം വണ്ടി? ഫിസിക്കലായിട്ട് ചെക്ക് ചെയ്യണം. സർവീസ് ഹിസ്റ്ററി മാത്രം ചെക്ക് ചെയ്താൽ പോരാ, ഫിസിക്കലായിട്ട് ചെക്ക് ചെയ്യുന്നതാണ് വണ്ടി. വർക്ക്ഷോപ്പ് നാളെ എല്ലാം നമ്മൾ ചെയ്ത് കൊടുക്കും. ഇന്റീരിയർ ഒക്കെ തരക്കേടില്ലാത്ത ഇന്റീരിയർ, നല്ല നീറ്റ് ആൻഡ് ക്ലീൻ ആണ് ഇന്റീരിയർ ഒക്കെ. കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. എത്ര രൂപ കൊടുക്കാം? 8.5 ലക്ഷം രൂപ കൊടുക്കാം. 8.5 ലക്ഷം രൂപ കൊടുക്കാം. ലോൺ കിട്ടും? ഇനി ലോൺ കിട്ടും, മാക്സിമം ലോണും ചെയ്യാം. അടുത്തായിട്ട് വീണ്ടും ഒരു G4 പരിചയപ്പെടാം. മോഡൽ 2015. ഇത് 2015. ഓണർഷിപ്പോ? ഈ ഫസ്റ്റ് ഓണർഷിപ്പ്, സിംഗിൾ ഓണർ. എത്ര കിലോമീറ്റർ ഓടിയുണ്ട്? ഇതിൽ കാണിക്കുന്ന 1.63 ആണ്. 1,63,000. അത് ജെനുവിറ്റി പറയാൻ പറ്റും? ജെനുവിറ്റി പറയുന്നില്ല. ഇല്ല അല്ലേ? അത്യാവശ്യം തരക്കേടില്ലാത്ത സിൽക്കി ഗോൾഡ് കളർ, നല്ല നീറ്റ് ഉണ്ട്. മെക്കാനിക്കലൊക്കെ ഫുൾ ക്വാളിറ്റി, ഹൈ ക്വാളിറ്റി. ഓക്കെ. ഇന്റീരിയർ നോക്കുകയാണെങ്കിൽ നല്ല കിടിലൻ സീറ്റ് കവറൊക്കെ ചെയ്തിട്ടുണ്ട് അല്ലേ? അതെ അതെ. സെറ്റും കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട്. എത്ര രൂപ കൊടുക്കാം? നമുക്ക് സെയിം 8.5 രൂപ കൊടുക്കാം. ഇത് 8.5 ലക്ഷം രൂപ. ഓക്കെ. അപ്പൊ അടുത്തായിട്ട് നമ്മൾ ഇന്നോവയിൽ ഇതുവരെ കണ്ടുവരാത്തൊരു കളർ അല്ലേ? കോഫി കളർ. ഇത് കമ്പനി കൊടുക്കുന്ന കളറാണ്? കമ്പനി കൊടുക്കുന്ന കളർ. ഇത് കമ്പനി കൊടുക്കുന്ന കളറാട്ടോ. കോഫി കളർ. കേരള രജിസ്ട്രേഷൻ ആക്കി വെച്ചിട്ടുണ്ട്. ഓക്കെ. മോഡല് 2015. ഇത് 2015. കേരളക്ക് മാറിയിട്ടുണ്ട്, ഇനി മാറേണ്ട ആവശ്യമില്ല. മാറേണ്ട ആവശ്യമൊന്നുമില്ല. ഓണർഷിപ്പോ? ഫസ്റ്റ് ഓണർ സെക്കൻഡ് ഓണർ മാറി. എന്തായാലും മാറുമ്പോ തീർച്ചയായിട്ടും മാറും. ഓക്കെ. ഇന്റീരിയർ ഒക്കെ നോക്കുകയാണെങ്കിലും നല്ല നീറ്റ് ആൻഡ് ക്വാളിറ്റി ഇന്റീരിയർ ആണ്. ഒരു കോഫി തീമാണ് എല്ലാം വരുന്നത്. എത്ര രൂപ കൊടുക്കാം? 9 കൊടുക്കാം. നമുക്ക് 9.5 ലക്ഷം രൂപ കൊടുക്കാം. ലോൺ ചെയ്യാൻ പറ്റും? ലോൺ ചെയ്യാൻ പറ്റും. ഇതിന് ലോൺ ചെയ്യാൻ പറ്റൂലേ? ഓക്കെ. അപ്പൊ അടുത്തായിട്ട് വീണ്ടും നമുക്ക് G4 പരിചയപ്പെടാം. മോഡൽ എത്രയാണ്? 2013 മോഡൽ. 2013 മോഡൽ. ഓണർഷിപ്പ്? ഓണർഷിപ്പ് സെക്കൻഡ് ഓണർ, ഫസ്റ്റ് ഓണർഷിപ്പ്, സിംഗിൾ ഓണർ. എത്ര കിലോമീറ്റർ ആണ് ഓടിയുള്ളത്? 1,62,000. 1,62,000. ജെനുവിറ്റി പറയാൻ പറ്റും? പറ്റൂലേ? ഹിസ്റ്ററി ഒക്കെ ഉണ്ടാവില്ലേ? ഇന്റീരിയർ ഒക്കെ നോക്കുകയാണെങ്കിൽ സീറ്റ് കവേഴ്സ്, സിസ്റ്റം ഒക്കെ ചെയ്തിട്ടുണ്ട് അല്ലേ? എല്ലാം ചെയ്ത് നല്ല നീറ്റ് ആൻഡ് ക്വാളിറ്റി. ഓക്കെ. എത്ര രൂപ കൊടുക്കാം? നമുക്ക് ഈ വണ്ടി ഒരു 7 ലക്ഷം രൂപ കൊടുക്കാം. 7 ലക്ഷം രൂപ കൊടുക്കാം. മാക്സിമം ലോണും ചെയ്യാം. ഓക്കെ. അടുത്തതായിട്ട് ഈ വീഡിയോത്തെ ഹൈലൈറ്റ് വണ്ടി, ഫുള്ള് ലോണിൽ ഇന്നോവ നമുക്ക് കൊടുക്കാം. ഇന്നോവ ഫുള്ള് ലോൺ എന്ന് പറഞ്ഞാൽ റയർ ആണ്. അതാണ്. മോഡൽ എത്രയാണ്? 2014 ആണ്. 2014. ഓണർഷിപ്പോ? ഓണർഷിപ്പ് കിടക്കുന്നത് ഇപ്പൊ തേർഡ് ഓണർഷിപ്പിലാണല്ലേ? തേർഡ് ഓണർഷിപ്പ്. എത്ര കിലോമീറ്റർ ഓടിയുണ്ട്? ഇത് 1,32,000 ജെനുവിൻ സർവീസാ. ഒക്കെ ജെനുവിനായിട്ട് പറയാൻ പറ്റും. സർവീസ് ഹിസ്റ്ററി ഉണ്ടല്ലേ? അത്യാവശ്യം തരക്കേടില്ലാത്ത വാഹനമാണ്. ടയർ ഏകദേശം ഒരു 80% നമുക്ക് കാണാൻ സാധിക്കും. കാര്യങ്ങളൊക്കെ ഉണ്ട്. സ്റ്റിക്കർ വർക്ക് കമ്പനി കൊടുക്കുന്നതാണ്. ഇന്റീരിയർ ഭാഗത്തേക്ക് വന്നാൽ അവിടെ ഇങ്ങനെ ഒരു പെയിന്റിന് ചെറിയൊരു ഇഷ്യൂ ഉണ്ട്. ഉണ്ട് അല്ലേ? അതുകൊണ്ട് ചെറിയ മറ്റു മിസ്റ്റേക്ക് ഉള്ളതുകൊണ്ടാണ് നമ്മൾ എന്താ വെച്ചാൽ കൊടുക്കുന്നത്. അതൊക്കെ നമ്മൾ നന്നാക്കി സെറ്റപ്പ് ആയിട്ട് കൊടുക്കും ചെയ്യും. ഇന്റീരിയർ നോക്കുകയാണെങ്കിലും വെൽ മെയിൻറ്റൈൻഡ് ഇന്റീരിയർ ആണ്. സീറ്റ് ഹൗസും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. സെറ്റ്, ഓട്ടോമാറ്റിക് കേസ് തുടങ്ങിയ എല്ലാ ഫിറ്റിംഗ്സ് ഉള്ള വണ്ടി. എത്ര കൊടുക്കാം? നമുക്ക് ഈ വണ്ടി ഫുൾ ലോണിൽ കൊടുക്കാം. ഫുൾ ലോണിൽ കൊടുക്കാം. ഇനി അതല്ല ക്യാഷ് വേണമെന്ന് 2014 നമ്പറായ വണ്ടിയാണ്, വി വണ്ടിയാണ്. നമ്മൾ പറഞ്ഞ റേറ്റ് ഒക്കെ 9.75, 9.50 ഒക്കെയാണ്. 8.5 ലക്ഷം രൂപ കൊടുക്കാം. 8.5 ലക്ഷം രൂപ ഫുൾ ലോണില്? 2014 വണ്ടി 8.5 ലക്ഷം രൂപയ്ക്ക്. അത് ഫുൾ ലോണിൽ ഓഫറാണ്. തപ്പി നടക്കണോല് വേറെ എങ്ങോട്ടും പോകണ്ട, നമ്മളെ റോബോട്ടിക് തന്നെ വന്നോട്ടോ. അപ്പൊ നമുക്ക് അടുത്തായിട്ട് വീണ്ടും ഒരു വി ഓപ്ഷൻ പരിചയപ്പെടാം. മോഡൽ എത്രയാണ്? 2012 മോഡൽ. റീപ്ലേസ്മെന്റ് എന്തെയുണ്ടോ? ഒന്നുമില്ല. നല്ല നീറ്റ് ആൻഡ് ക്വാളിറ്റി വണ്ടി. ഓണർഷിപ്പോ? സെക്കൻഡ് ഓണർഷിപ്പ്. കിലോമീറ്റർ എത്ര ഓടിയുണ്ട്? കിലോമീറ്റർ ഇത് കാണിക്കുന്നത് 1.80 ആണ്. 1.80 കറക്റ്റ് ജെനുവിൻ പറയാൻ പറ്റില്ല അല്ലേ? ഓക്കെ. ബോഡി കാര്യങ്ങളൊന്നും ട്രാക്കോ ഡെന്റോ ക്രാക്കോ ഒന്നുമില്ല. നല്ല അടിപൊളി കളറും കൂടിയാണ്. സിൽക്കി ഗോൾഡ് അല്ലേ? സിൽക്കി ഗോൾഡ് അടിപൊളി കളർ അല്ലേ? തീർച്ചയായിട്ടും ഡിമാൻഡ് ഉള്ള ഒരു കളറാണ്. ഇന്ത്യയുടെ ഭാഗത്തേക്ക് വന്നാലും അതും നല്ല വെൽ മെയിൻറ്റൈൻഡ് ആണ്. എത്ര രൂപ കൊടുക്കാം? 7 ലക്ഷം രൂപ കൊടുക്കാം. ഒരു 7 ലക്ഷം രൂപ കൊടുക്കാം. വി ഓപ്ഷൻ. ഓക്കെ. അപ്പൊ നമുക്ക് അടുത്തായിട്ട് ഒരു G4ലേക്ക് തന്നെ വീണ്ടും കടക്കാം അല്ലേ? മോഡൽ എത്രയാണ്? 2012 ആണ് G4. 2012. ഇത് പിന്നെ നമുക്കൊരു ഹൈലൈറ്റ് നമ്മളെ ഓഫർ വണ്ടി തന്നെയാണ്. ഇത് നമുക്കാണ് കൊടുക്കാം. ഓഫറിന് ഫ്രീ ആയിട്ട് കൊടുക്കാൻ മതി. 12 വണ്ടി നമുക്ക് എത്ര കൊടുക്കാം? എത്ര ഫുൾ ലോണില്? ഇത് ഫുൾ ലോണിൽ കൊടുക്കാം. ഫുള്ളാണ്. ആൾക്കാർ കൊണ്ടുപോട്ടെ. ഫുൾ ലോൺ കൊടുക്കാം. എവിടുന്ന് കിട്ടണേ കുറച്ചിനെ 6.5 രൂപ കൊടുക്കാം. വെറും 6.5 ലക്ഷം രൂപ. 6.5 ലക്ഷം. ഓക്കെ. ഫുള്ള് ലോണില് 12 മോഡലാണ്. 6.5 ലക്ഷം രൂപയാണ് ആസ്ക് ചെയ്യുന്നത്. അതിന് എന്തെങ്കിലും നമ്മള് കസ്റ്റമർ വരികയാണെങ്കിൽ ചെറുങ്ങനെ എന്തെങ്കിലും ചെയ്ത് കൊടുക്കാം. ഓക്കെ. മാക്സിമം ലോണാണ്. അത്യാവശ്യം തരക്കേടില്ലാത്ത ഇന്റീരിയറും കാര്യങ്ങളൊക്കെ ഒന്ന് വൃത്തിയാക്കി സെറ്റപ്പ് ആക്കിട്ട് നമുക്ക് കൊടുക്കാം. ലോണ് ഫുള്ള് ലോണാണ്. 6.5 ലക്ഷം രൂപയ്ക്ക് കൊടുക്കാം. അടുത്തായിട്ട് ലാസ്റ്റ് വണ്ടി നമുക്കൊരു വി ഓപ്ഷൻ. മോഡൽ എത്രയാണ്? 2012 മോഡലാണ്. 12. ഓണർഷിപ്പോ? ഓണർഷിപ്പ് സെക്കൻഡ്. കിലോമീറ്റർ എത്ര ഓടിയുണ്ട്? 1.90. 1,90,000 കിലോമീറ്റർ. അത് സർവീസ് അവൈലബിൾ അല്ലേ? ജെനുവിൻ ആണ്.
റീപ്ലേസ് ഒന്നും ഇല്ലല്ലോ? ഒന്നുമില്ല, നല്ല ക്വാളിറ്റി ഉണ്ട്. ക്വാളിറ്റി വാഹനമാണ്. സിൽവർ കളറാണ്, നല്ല വൃത്തിയുണ്ട് കാണാൻ. ഇന്റീരിയർ നോക്കുകയാണെങ്കിലും വെൽ മെയിൻറ്റൈൻഡ് ആണ്. ഓക്കെ, എത്ര രൂപ കൊടുക്കാം? സെയിം നമുക്ക് 7 രൂപ കൊടുക്കാം. 7 രൂപയ്ക്ക് ലോൺ കിട്ടുമോ? ലോൺ കിട്ടും, മാക്സിമം ലോണും കിട്ടും. ഓക്കെ. അപ്പോൾ ഗൈസ്, ഇന്നത്തെ ചെറിയ വീഡിയോ നമ്മൾ ഇവിടെ വെച്ച് വൈൻഡ് അപ്പ് ചെയ്യാണ്. വെയിലും കാര്യങ്ങളൊക്കെ ആയതുകൊണ്ടാണ് നമ്മൾ പെട്ടെന്ന് പറഞ്ഞു പോയത്. കൂടുതൽ ഡീറ്റെയിൽസിനൊക്കെ ആയി നമ്മൾ താഴെ നമ്പർ കൊടുത്തിട്ടുണ്ട്. ഈ വശത്തേക്ക് നോക്കുകയാണെങ്കിൽ വി ഓപ്ഷന്റെ ഒരു ചാകര ഉണ്ട്. ഇങ്ങോട്ട് നോക്കുകയാണെങ്കിൽ G4 കാണാം, ക്രിസ്റ്റ ഉണ്ട്, ടൊയോട്ടന്റെ ഒരു മഴ തന്നെ നമുക്ക് ഇവിടെ കാണാൻ സാധിക്കും. ഒരു പെരുമഴ. പിന്നെ റേറ്റ് ഒന്നും ഫിക്സഡ് അല്ല. നമ്മളെ ഷിയാബക്കാനെ കണ്ടൊന്ന് ടോപ്പിട്ട് പതിപ്പിച്ചെടുത്താല് എന്തെങ്കിലും ചെയ്ത് കൊടുക്കണം. പ്രീമിയം വണ്ടികളുണ്ട്, സെഡാൻ വാഹനമുണ്ട്, എല്ലാ വണ്ടിയും. അല്ലെങ്കിൽ മീഡിയം നമ്മളെ മച്ചാമാര് വന്നാല് എന്തായാലും ഈ 2 വാഹനങ്ങൾ മാത്രമായിട്ടുള്ള ഓഫർ അല്ലേ, കടിച്ചാ പൊട്ടാത്ത 2 ഇന്നോവകള്. അപ്പൊ അടുത്തൊരു കിടുക്കാച്ച എപ്പിസോഡുമായിട്ട് കാണുമായിരിക്കും. ഗുഡ് ബൈ.